പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹയർച്ചോളികള് ഹയർച്ചോളികളല്ല ഹയറിച്ച് അട്ടകൾ ഹയറിച്ച് അട്ടകൾ പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നു ഇന്ന് നമ്മുടെ ശ്രീനാഥ് പ്രതാപിനെ അറസ്റ്റ് ചെയ്യും, മറ്റ് ഒരു ഒരു ഡസനോളം ലീഡർമാരെ അറസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം ഇവർ ഉറപ്പായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ ഏറെക്കുറെ സാധ്യതയുണ്ട് എന്നാണ് ഇവർ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ശ്മശാന മൂകതയായിരുന്നു ഇവരുടെ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ എന്ന് വേണം പറയാം. ആരും തന്നെ യാതൊരുവിധ വെല്ലുവിളികളോ വീരവാദങ്ങളോ ഇല്ലാത്തൊരു ദിവസമാണ് കഴിഞ്ഞു പോയത്. ഏത് നിമിഷവും ആ ഒരു വാർത്ത ഇവരിലേക്ക് എത്തുമെന്ന് ഇവർക്ക് അറിയാമായിരുന്നു. എന്നാൽ ഇന്ന് അതൊന്നും സംഭവിച്ചില്ല എന്നതാണ് ആശ്വാസകരമായിട്ടുള്ള വാർത്ത. എന്തായാലും വരും ദിവസങ്ങളിൽ അതുണ്ടാവും. പക്ഷേ ഇന്നത് സംഭവിച്ചില്ല എന്ന് മാത്രമേ അതിനെ അങ്ങനെ കാണേണ്ടതുള്ളൂ. അപ്പൊ ഇവര് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ മനോരമ പത്രത്തിലേക്ക് വിളിച്ചിട്ടൊക്കെ ചീത്ത പറയുന്ന കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. എന്തിനാണ് ആൾക്കാർ പത്രം വായിച്ചോട്ടെ, അവർക്ക് വേണ്ടിയിട്ട് ആ പത്രത്തിൽ വാർത്ത വരുന്നതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അല്ലെ, നിങ്ങൾ പത്രം വായിക്കുന്നില്ല, നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ല, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്? അപ്പൊ എന്തായാലും മനോരമയുടെ ആ വാർത്തയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് പിന്നെ മനസ്സിലാക്കിച്ചിട്ടുണ്ടാവും, ഇവരുടെ കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ പൂളിംഗം സൂപ്പർ മാർക്കറ്റുകളുടെ ലാഭമാണ് കൊടുക്കുന്നത് എന്നൊന്നും ആരും തന്നെ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. ഇത് മണി റൊട്ടേഷൻ തന്നെയാണ് ചെയ്തിരുന്നത് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ കരുതുന്നത്. പക്ഷേങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, കമ്പനി പൂട്ടുന്നവരെ ഇവർ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. മറ്റുള്ളവരെ പിടിച്ചു പറിച്ചിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. മറ്റുള്ളവർക്ക് കുറച്ചാൾക്കൊക്കെ പൈസ പോയിട്ടുണ്ട്, അത് വേറെ ആളെ പിടിച്ചു പറിച്ചിട്ട് അവർക്ക് കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. മറ്റുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇ ഡിയെ കുറിച്ച് ഇവർക്കൊന്നും അറിയില്ല തോന്നുന്നു. പെർമനന്റ് അറ്റാച്ച്മെന്റ് ആക്കിയതൊന്നും ഇവർക്ക് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്തിന് അറ്റാച്ച് ചെയ്ത് തന്നെ അറിഞ്ഞിട്ടില്ല. അറ്റാച്ച് ചെയ്തതിൽ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന പണമാണെന്ന് പോലും, ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ, മക്കളുടെയും ഇവരുടെയും ഒക്കെ പേഴ്സണൽ അക്കൗണ്ടിലെ പണമാണ് ഇത്രയും വലിയ തുക എന്നത് ഇവർ അറിഞ്ഞിട്ട് പോലുമില്ല. പിന്നെയാണ് ഇവർ അക്കൗണ്ട് ഫ്രീസ് ആക്കിയതും പെർമനന്റ് അറ്റാച്ച്മെന്റ് ആക്കിയതും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും അറ്റാച്ച് ചെയ്ത പണത്തിൽ നിന്ന് ഒരു ചില്ലിക്കാശ് ഇവർക്ക് ആർക്കും വീതിച്ചു കൊടുക്കില്ല. അങ്ങനെയുള്ളത് FIR ഇട്ടവർക്ക് മാത്രമായിരിക്കും അത് കുറ്റപത്രത്തിന്റെ ഭാഗമായി വന്ന് അവർക്ക് കൊടുക്കാൻ സാധ്യത. അപ്പൊ ഇന്ന് അനിലക്കരയുടെ ഒരു ലൈവ് ഒക്കെ ഉണ്ടായിരുന്നു. ലൈവിലും പറഞ്ഞത് ഇത് തന്നെയാണ്, നിങ്ങൾ FIR ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള എല്ലാവിധ സാധ്യതകളും ഇപ്പോഴും തുറന്നിരിക്കുകയാണ് എന്നാണ് അദ്ദേഹവും പറയുന്നത്. അദ്ദേഹവും ഇപ്പോൾ പറയുന്നത് പണം പോയവർക്ക് പണം തിരിച്ചു കിട്ടണം എന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ആർക്കും അങ്ങനെ FIR ഇടാൻ മനസ്സ് തോന്നില്ല എന്നതാണ്. മനസ്സ് തോന്നാത്തവർക്ക് ആ പൈസ ഉപേക്ഷിച്ച് വെക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ആരും തന്നെ FIR ഇടണമെന്ന് നമ്മൾ ആരും തന്നെ ഇനി പറയുന്നില്ല. പ്രതാപൻ അകത്തായി കഴിഞ്ഞു, ഇനി അദ്ദേഹം തിരിച്ചു വരുന്നത് സംശയമാണ്. ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു ജാമ്യം കിട്ടിയാൽ കിട്ടി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അടുത്ത കാലത്തൊന്നും അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല, ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഇനിയുള്ളത് ഒരു ഡസനോളം ആൾക്കാർ അകത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ വേണ്ടുന്നവർ ചെയ്യുക എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ബൈ.